എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും അക്യുപഞ്ചർ രീതി പ്രകാരം അതിലെ എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് മാനസികമായിട്ടുള്ള പല വികാരത്തിൻ്റെയും ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ്. ഗുഡ് എലമെൻറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ദേഷ്യം കൂടുതലുള്ളവർക്കാണ് ആ ഒരു അവയവത്തിന് തകരാറ് കാണുന്നത്. അതായത് ലിവറിനും ഗാൾ ബ്ലാഡറിന് ഇതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അമിതമായിട്ടുള്ള ദേഷ്യവും അല്ലെങ്കിൽ തീരെ ദേഷ്യം പിടിക്കാത്ത അവസ്ഥയും നമുക്ക് രോഗമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഫയർ എലമെൻറ്റിൽ വരുന്നതാണ് സന്തോഷം. ഓവറായിട്ട് ചിലർക്ക് സന്തോഷമായിരിക്കും, അതിന് ഒരു മിതത്വമുണ്ട്, അല്ലെങ്കിൽ അഹങ്കാരം ആ ടൈപ്പിലേക്ക് പോകുന്നത് അത് നമുക്ക് ഹാർട്ടിന്, സ്മോൾ ഇൻറ്റസ്റ്റൈന്, ചെറുകുടലിന്, പെരികാർഡിയം, അതുപോലെ തന്നെ ട്രിപ്പിൾ വർമ, ഇങ്ങനെയുള്ള ഈ 4 അവയവത്തിനെയും ആ ഒരു ഇമോഷൻ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെയാണ് എർത്ത് എലമെൻറ്റ്. എർത്തിലാണെങ്കിൽ സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക്, ആമാശയം സ്പ്ലീനും. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ, എർത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠയാണ്, ഭാവി എന്താകും എന്നുള്ള ചിന്തയാണ് എർത്ത് എലമെന്റ്. അപ്പോൾ അതിൻ്റെ ആ വേരിയേഷൻ, ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുമ്പം ഈ ഒരു അവയവങ്ങൾക്ക് അതിൻ്റെ ഊർജത്തിൽ വ്യതിയാനം ഉണ്ടാകുന്നു. ഒന്നുകിൽ ഓവറായിട്ട് അതിതാകും, അല്ലെങ്കിൽ തീരെ ആ ഫങ്ഷൻ അവിടെ കുറഞ്ഞു വരും. അങ്ങനെ അതിനനുബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും വരാൻ വേണ്ടിയിട്ട് നോക്കും. അതുപോലെ അടുത്തതാണ് എയർ എലമെന്റ് എന്ന് പറയുന്നത്. എയറിൽ ശ്വാസകോശവും ലാർജ് ഇൻഡസ്ട്രീനാണ് വരുന്നത്. അതായത് ശ്വാസകോശം, ദുഃഖം, അമിതമായിട്ടുള്ള ദുഃഖം, എന്തിനെക്കുറിച്ചും ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്നത്, ഒന്നിക്ക് കഫക്കെട്ടൽ, ശ്വാസം മുട്ടൽ പോലെയുള്ള അവസ്ഥ വരും. അല്ലെങ്കിൽ വൻകുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ളതാണ് വാട്ടർ എലമെൻറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമാണ്. അപ്പോൾ എപ്പോഴും ഭയപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും വാട്ടർ എലമെൻറ്റിൻ്റെ അവയവങ്ങളായ കിഡ്നി ആയിക്കോട്ടെ, യൂറിനറി ബ്ലാഡർ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രസഞ്ചി, കിഡ്നിക്കുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇമോഷനെ നമ്മൾ സപ്രസ് ചെയ്യുകയല്ല വേണ്ടത്. അതെപ്പോഴും നമ്മൾ റിലീസ് ചെയ്ത് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് പോകണം. അപ്പോഴാണ് നമ്മളൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അതിന് ഏറ്റവും നല്ലതാണ് ഇതിൽ പറയുന്ന 4 ഗോൾഡൻ റൂൾസ് അക്യുപഞ്ചർ പറഞ്ഞാൽ: ശരിയായ ഉറക്കം, ശരിയായ വിശ്രമം, ശരിയായ ഭക്ഷണ രീതി. അതായത് വിശന്നാൽ ആവശ്യത്തിന് മാത്രം, വിശപ്പ് മാറുന്നത് വരെ മാത്രം ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ ആ വിശപ്പ് അകറ്റുക. അതുപോലെ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക. അതും പ്യുവറായിട്ടുള്ള പച്ചവെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പച്ചവെള്ളത്തിൽ എന്ത് കലർത്തിയാലും അത് ഫുഡ് ഐറ്റംസിലേക്കാണ് പോകുന്നത്. അത് ചായ ആക്കിയാലും അത് നാരങ്ങ വെള്ളമാക്കിയാലും വെള്ളമല്ല ആവുന്നത്, അത് ഫുഡ് ഐറ്റംസിലേക്കായി. അതുകൊണ്ടാണ് നമ്മൾ ദാഹിക്കുമ്പം അത്തരം കാര്യങ്ങൾ കഴിച്ചാലും പിന്നെയും നമുക്ക് ദാഹം കൂടുന്നത്. ശരിക്കും ദാഹിക്കുമ്പോൾ നമുക്ക് പച്ചവെള്ളമാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഉറക്കം രാത്രി 9 മണി മുതൽ 9:30 വരെ, 9:30ക്കുള്ളിൽ നമ്മൾ കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് രാവിലെ മോർണിംഗ് എണീച്ച് എല്ലാ ജോലികളും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനൊരു മാറ്റം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഇമോഷൻസൊക്കെ ഒരു ബാലൻസ്ഡ് ആവുന്നത് കാണാൻ പറ്റും. അമിതമായിട്ടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞ് നമ്മളൊരു ബാലൻസ്ഡായിട്ട് പോകുന്നത് കാണാൻ പറ്റും. സ്ട്രെസ്സൊക്കെ കുറയാൻ വേണ്ടി പറ്റും. ഇതിനാണ് ഈ 4 ഗോൾഡൻ റൂൾസ് എന്ന് അക്യുപഞ്ചറിൽ അറിയപ്പെടുന്നത്. അല്ലാണ്ട് ഓരോ അവയവത്തിൻ്റെയും രോഗത്തിനെയല്ല ഇവിടെ ചികിത്സിക്കുന്നത്, അതിലുള്ള ഊർജ വ്യതിയാനത്തെയാണ് അക്യുപഞ്ചർ ചികിത്സിക്കുന്നത്. ഓക്കെ, താങ്ക് യു.